ഹായ് നമസ്കാരം, ഏവർക്കും PSC ക്ലൈമറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCRT പാഠഭാഗങ്ങളാണ്. സോ ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? 10ാം ക്ലാസ്സിലെ ഓരോ പാഠങ്ങളും എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാഠവും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ ഒരൊറ്റ പാഠം 10ാമത്തെ പാഠം കൂടി മാത്രമാണ് പഠിക്കാനുള്ളത്. അതോടുകൂടി നമ്മുടെ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായി കണ്ട് റിവൈസ് ചെയ്തവർക്ക് അറിയാം നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസ് തന്നെ കിട്ടിക്കാണും അല്ലേ? കാരണം PSC ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും SCRT യിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് 10th ചാപ്റ്ററും കൂടെ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? 2021 തൊട്ട് 24 വരെ PSC ചോദിച്ച എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും SCRT പാഠഭാഗങ്ങൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഒരു ചിഹ്നം കാണിച്ചിട്ടുണ്ട് കേട്ടോ. കറൻസി നോട്ടുകളിലൊക്കെ ഈ ചിഹ്നം നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം ഓർത്തേക്കുക, ഈ ഒരു കറൻസി നോട്ടുകളിൽ കാണുന്ന ചിഹ്നത്തിലുള്ളത് അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഈ ഒരു മുദ്രയിൽ ഉള്ള മൃഗം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കടുവയാണ്. അതേപോലെ വൃക്ഷം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എണ്ണപ്പനയാണ്. ഓക്കെ, അത് രണ്ടും ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിലെ കടുവ എന്നുള്ളത്, അതായത് ഏത് മൃഗമാണ് എന്നുള്ളത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനമായിട്ടുള്ള ഭാരതീയ റിസർവ് ബാങ്കിന്റെ ചിഹ്നമാണ്. അപ്പൊ ഈ ചിഹ്നം ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആണ്. ഭാരതീയ റിസർവ് ബാങ്കിന് എന്തിനുള്ള അധികാരമുണ്ട്? ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഇനി ഭാരതീയ റിസർവ് ബാങ്കിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. നോക്കിക്കേ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. ഈ സ്ഥാപനം 1935 സ്ഥാപിതമായത് 1935 ഇതിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഭാരതീയ റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയെന്ന് താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. എന്താണ്? സ്ഥാപിതമായത് 1935 ആസ്ഥാനം വരുന്നത് മുംബൈ ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ധർമ്മങ്ങൾ ഏത്, ധർമ്മങ്ങൾ അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഒന്നാമത്തെ ഒരു ധർമ്മമാണ് നോട്ട് അച്ചടിച്ചിറക്കൽ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എന്താണ്? നോട്ട് അച്ചടിച്ചിറക്കുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് വായ്പകൾ നിയന്ത്രിക്കുക. വായ്പ നിയന്ത്രിക്കൽ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. മൂന്നാമത് വരുന്നത് സർക്കാരിന്റെ ബാങ്ക്, അതായത് എന്താണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നതും റിസർവ് ബാങ്കിന്റെ ഒരു ധർമ്മമാണ്. പിന്നെ അടുത്തതാണ് ബാങ്കുകളുടെ ബാങ്ക്, അതായത് എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ ആരാണ്? ഈ റിസർവ് ബാങ്ക് ആണ്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബാക്കിയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ ഒക്കെ നിയന്ത്രിക്കുകയും അതേപോലെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മങ്ങൾ 4 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് ധർമ്മങ്ങൾ? ഒന്നെന്ന് പറയുന്നത് നോട്ട് അച്ചടിച്ചിറക്കൽ, അടുത്തത് വായ്പ നിയന്ത്രിക്കൽ, പിന്നെയോ സർക്കാരിന്റെ ബാങ്ക്, അതേപോലെ ബാങ്കുകളുടെ ബാങ്ക്. അപ്പൊ ഇനി നമുക്ക് ഓരോന്നിനെയും പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞു നോട്ട് അച്ചടിച്ചിറക്കൽ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ലെ. ഇവിടെ ശ്രദ്ധിച്ചേ, ഏതൊക്കെ നോട്ടുകളാണ് നിലവിൽ ഉപയോഗത്തിലുള്ളത്? 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ്. അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. 1 രൂപ നോട്ട് ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? ഭാരതീയ റിസർവ് ബാങ്കാണ്. ഓക്കെ, 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യമോ കരുതലായി സൂക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത്, നോട്ട് അച്ചടിച്ചിറക്കുക എന്നുള്ളത് റിസർവ് ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. എന്നിരുന്നാലും 1 രൂപ നോട്ട് അടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് അല്ല. ആരാണ്? 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. അതേപോലെ തന്നെ ഈ 1 രൂപ നോട്ടിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും ഒപ്പുവെക്കുന്നത് ആരാണ്? റിസർവ് ബാങ്കിന്റെ ഗവർണറാണ്. RBI ഗവർണറാണ്. എന്നാൽ 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ധനകാര്യ സെക്രട്ടറി ആണ് 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ അല്ലെങ്കിൽ വിദേശ നാണ്യമോ ആണ് കരുതലായിട്ട് സൂക്ഷിക്കുന്നത്. അടുത്ത നമ്മൾ പറഞ്ഞു വായ്പ നിയന്ത്രിക്കൽ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നോക്കിക്കോ, ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുക വഴിയോ വായ്പകൾ വഴിയോ ആണ് ഇന്ത്യയുടെ
സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ ലഭ്യത വർദ്ധിക്കുന്നു. അതായത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ വായ്പകൾ നിയന്ത്രിക്കുന്നത് വഴിയോ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ ലഭ്യത വർദ്ധിക്കുന്നത്. വായ്പയുടെ നിയന്ത്രണം റിസർവ് ബാങ്കിന്റെ ഒരു പ്രധാന ചുമതലയാണ്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു, പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് എന്ത് ചെയ്യും? കുറയും. പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടും. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. അടുത്ത നമ്മൾ പറഞ്ഞു സർക്കാരിന്റെ ബാങ്കാണ് എന്ന് പറഞ്ഞല്ലേ. സർക്കാരിന്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിന്റെ ഒരു ധർമ്മമാണ്. ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർക്കാരുകൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല. അപ്പോൾ ഓരോ സെന്റൻസും നോട്ട് ചെയ്തോണേ. സർക്കാരിന്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു എന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതനുസരിച്ച് എന്താ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കും, അതേപോലെ അവർക്ക് വായ്പ നൽകുകയും ബാക്കിയുള്ള ബാങ്കിംഗ് സേവനങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നു. ഇത് സർക്കാരുകൾക്ക് ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും റിസർവ് ബാങ്ക് വാങ്ങുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു ബാങ്കുകളുടെ ബാങ്കാണ് റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനെപ്പറ്റി നോക്കാം. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുക എന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായി പ്രവർത്തിക്കുന്നു. ഇനി എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് റിസർവ് ബാങ്ക് എന്ന് മനസ്സിലാക്കിയല്ലോ. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്. അപ്പോൾ ആ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പോൾ ഇനി നമുക്ക് ഈ RBI പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതായത് SCERT-യിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണം. കാരണം ഈ അടുത്ത് നടന്ന പരീക്ഷകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം RBI-യിൽ നിന്ന് ഒരുപാട് പോയിന്റ്സ് ചോദിക്കാറുണ്ട്. അത് SCERT-യിലും റാങ്ക് ഫയലിലും ഒക്കെ ഇല്ലാത്തത് പോലും ചോദിക്കാറുണ്ട്. സോ RBI-നെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അത് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യത്തെ ധർമ്മം പറയുന്നത് ക്രെഡിറ്റ് റെഗുലേഷൻ ആണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് RBI ആണ്. ഇത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനൊക്കെ സഹായകമാണ്. ഓക്കെ. പിന്നെ മറ്റൊന്നാണ് വിദേശ കരുതൽ ധനം. വിദേശ കരുതൽ ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ വിനിമയ നിരക്കിലൊക്കെ സ്ഥിരത നിലനിർത്താൻ കേന്ദ്ര ബാങ്ക് വിദേശ കറൻസികൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിന് ആവശ്യമുള്ളപ്പോൾ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതൊക്കെ RBI ആണ്. സോ അപ്പോൾ ക്രെഡിറ്റ് റെഗുലേഷനും വിദേശ കരുതൽ നയം കൂടി ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആസ്ഥാനത്തിനെ പറ്റിയാണ് പറയാനുള്ളത്. അതായത് ഫസ്റ്റ് നമ്മുടെ RBI ഫോം ചെയ്ത സമയത്ത് ഇതിന്റെ ആസ്ഥാനം വരുന്നത് കൊൽക്കത്തയിലായിരുന്നു. എവിടെയായിരുന്നു? കൊൽക്കത്തയിൽ. 1937 ഇതിന്റെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റി. എങ്ങോട്ടേക്കാണ്? മുംബൈയിലേക്ക് മാറ്റി. സോ ഫസ്റ്റ് ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. 1937 ഇത് മുംബൈയിലേക്ക് മാറ്റി. അപ്പോൾ ഇപ്പൊ എവിടെയാണ് ആസ്ഥാനം എന്ന് ചോദിച്ചാൽ എവിടെയാണ്? മുംബൈയാണ്. ഇനി നമ്മുടെ കേരളത്തിൽ ഈ RBIക്ക് 2 ബ്രാഞ്ചുകളുണ്ട്. അത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചിയിലുമാണ്. അപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെയാണ് ആസ്ഥാനം ഉള്ളത്? ബ്രാഞ്ചസ് ഉള്ളത് തിരുവനന്തപുരത്തും അതേപോലെ കൊച്ചിയിലുമാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി RBI ബോർഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആരൊക്കെയാണ് ഈ ഒരു ബോർഡിലുള്ളത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാവേ. അപ്പൊ നോക്കിക്കോ. ഗവർണർ എന്ന് പറയുന്നത് RBI ഗവർണർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആരാണ് എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ RBIയുടെ ഗവർണർ. ഗവർണറെ കൂടാതെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്. അത് 4-ൽ കൂടാൻ പാടില്ല. കണ്ടോ, നോട്ട് മോർ ദാൻ 4 ആണ്. 4-ൽ കൂടാൻ പാടില്ല ഡെപ്യൂട്ടി ഗവർണേഴ്സ്. അപ്പൊ ഇപ്പോൾ ഗവർണറിനെയും ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇവരെ 2 കൂട്ടരെയും അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആരാണ്? കേന്ദ്ര സർക്കാരാണ് നമ്മൾ ഈ പറഞ്ഞ ഗവർണറിനെയും അതേപോലെ തന്നെ ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. ഇനി ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ഗവർണേഴ്സും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. BP കനുങ്കോ, അതേപോലെ മഹേഷ് കുമാർ ജെയിൻ, പിന്നെയോ MD പത്ര. ഇത്രയും പേരാണ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആയിട്ട് ഉള്ളത്. ഓക്കെ. ഇനി അടുത്തത് RBI ബോർഡിലുള്ള മറ്റൊരു കാര്യം ശ്രദ്ധിച്ചേ.
RBI ബോർഡിലുള്ളതാണ്. 2 ധനമന്ത്രാലയ പ്രതിനിധികളും RBIയുടെ ബോർഡിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. RBI ബോർഡിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? ഗവർണർ ഉണ്ട്, ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ 2 ധനമന്ത്രാലയ പ്രതിനിധികളും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കാര്യം, കുറച്ച് പോയിന്റുകൾ കൂടി ഇവിടെ നോക്കാം. കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്നത് RBI ഗവർണറാണ്. കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? RBI ഗവർണറാണ്. അതേപോലെ കാശ്മീർ ഒഴികെയുള്ള സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. കാശ്മീർ, ജമ്മു കാശ്മീർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക കാര്യങ്ങളുടെ മേൽനോട്ടമാണ് റിസർവ് ബാങ്ക് വഹിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ, സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കാം. ജമ്മു കാശ്മീർ ഒഴികെയാണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് ആദ്യ ഗവർണർ ആരാണ്? സർ ഓസ്ബൺ സ്മിത്ത് ആണ്. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ സർ ഓസ്ബൺ സ്മിത്ത് ആണ്. അടുത്തത് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ CD ദേശ്മുഖ് ആണ്. RBIയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ CD ദേശ്മുഖ് ആണ്. പിന്നെ കുറച്ച് വർഷങ്ങളാണ്. 1934 എന്താണ് ബ്രിട്ടീഷ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം കൊണ്ടുവന്ന വർഷമാണ് 1934. 1935 ഫോം ചെയ്തത്. ആ സമയത്ത് കൊൽക്കത്തയായിരുന്നു ആസ്ഥാനം. ദെൻ 1937 ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റി. ആൻഡ് ദെൻ 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടു. അപ്പോൾ ഇത് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഒന്ന് ആ ഒരു ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ദേശസാൽക്കരിക്കപ്പെട്ട ഇയർ ചോദിച്ചിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ. അതേപോലെ തന്നെ ഫോം ചെയ്ത വർഷവും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി അടുത്ത നോക്കാനുള്ളത് ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് 4 സോണൽ ഓഫീസുകളാണ് RBIക്ക് ഉള്ളത്. 4 സോണൽ ഓഫീസുകൾ. എത്ര എണ്ണമാണ്? 4 എണ്ണം. എവിടെയൊക്കെയാണ്? ന്യൂഡൽഹിയിലുണ്ട്, ചെന്നൈയിലുണ്ട്, മുംബൈയിലുണ്ട്, കൊൽക്കത്തയിലുണ്ട്. അപ്പൊ 4 എണ്ണം എവിടെയൊക്കെയാണ്? ന്യൂഡൽഹി, ചെന്നൈ, മുംബൈ, കൊൽക്കത്ത. ഇനി അതേപോലെ 19 റീജിയണൽ ഓഫീസുകളാണ് RBIക്ക് ഉള്ളത്. എത്രയാണ്? 19 റീജിയണൽ ഓഫീസുകളാണ്. അതേപോലെ 11 സബ് ഓഫീസുകളും ഉണ്ട്. എത്രയാണ്? 11 സബ് ഓഫീസുകളും ഉണ്ട്. ഇനി RBIയുടെ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ് RBIയുടെ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ RBI അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മുംബൈയിലാണ്. സോ സ്റ്റാഫ് കോളേജ് ചെന്നൈയിലാണ്, RBI അക്കാദമി മുംബൈയിലാണ്. ഇനി കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്കിങ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. അതേപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ 4 സോണൽ ഓഫീസുകളുണ്ട്, 19 റീജിയണൽ ഓഫീസുകളുണ്ട്, 11 സബ് ഓഫീസുകളുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ഒത്തിരി ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഓൾറെഡി റാങ്ക് ഫയലിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയാണ്. നോക്കിക്കേ, നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ധനകാര്യ സ്ഥാപനങ്ങളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ബാങ്കുകളാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ബാങ്ക് അല്ലാത്ത, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കുകൾ തന്നെ 4 ടൈപ്പ് ഇവിടെ പറയുന്നുണ്ട്. വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്, വികസന ബാങ്കുകളുണ്ട്, ദെൻ സവിശേഷ ബാങ്കുകളുണ്ട്. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലോ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളുണ്ട്, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളുണ്ട്, പിന്നെ എന്താണ്? ഇൻഷുറൻസ്, ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ്, LIC ഒക്കെ പോലത്തെ ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഓക്കെ, അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകളുണ്ട്, അതിൽ തന്നെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ ആൻഡ് സവിശേഷ ബാങ്കുകൾ. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലോ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളുണ്ട്, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളുണ്ട്, ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാങ്കുകളെ പറ്റി നോക്കാം. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. അപ്പോൾ ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആവശ്യക്കാർക്ക് അത് വ്യവസ്ഥകൾക്ക് മേലെ എന്താണ്? വായ്പകളായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. സോ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ആര് തയ്യാറാക്കിയിട്ടുള്ള നിയമാവലികളുടെ അടിസ്ഥാനത്തിലാണ്? ഭാരതീയ റിസർവ് ബാങ്ക് അഥവാ RBI. ഓക്കെ, ഇവിടെ ബാങ്കുകളെ പറ്റി ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു ബാങ്ക്, അല്ലെ? എന്നിട്ടോ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുന്നു.
ഈ വായ്പ തുക എന്താണ്? പലിശയോടെ തിരികെ വാങ്ങുന്നു, നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുന്നു. കണ്ടോ, ഇതിങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് പോലെ നടക്കുവാണ്. അപ്പോൾ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഒക്കെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, അത് മറ്റ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സർക്കാരിനും ഒക്കെ എന്താണ്? വായ്പകളായിട്ട് നൽകുന്നു. ദെൻ വായ്പ തുക പലിശയോടെ ഈ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് കൊടുക്കുന്നു. ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് നിക്ഷേപ തുകയുടെ കൂടെ പലിശ കൊടുക്കുന്നു. വായ്പ തുക എന്താണ്? വായ്പ കൊടുത്തവരുടെ കയ്യിൽ നിന്ന് പലിശയോടുകൂടി തിരികെ വാങ്ങുന്നു. അപ്പൊ അതൊക്കെയാണ് ബാങ്കുകൾ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബാങ്കുകളുടെ വളർച്ച ഇന്ത്യയിൽ. അപ്പൊ നോക്കാം അവിടെ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. നോക്കിക്കേ, 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. സോ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഇനി ഇത് എന്നാണ് ആരംഭിച്ചത് അല്ലെങ്കിൽ എന്നാണ് സ്ഥാപിതമായത്? 1770 ആ 2 പോയിന്റും അവിടെ ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി അന്നു മുതൽ ഇന്നു വരെയുള്ള ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയെ 3 ഘട്ടങ്ങളായി തിരിക്കാം. അതായത് നമ്മൾ പറഞ്ഞ 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായതെന്ന് പറഞ്ഞു. അപ്പൊ അന്നു മുതൽ ഇപ്പോൾ വരെയുള്ള വളർച്ചയെ ഘട്ടങ്ങളെ 3 ആയിട്ട് നമ്മൾ തിരിക്കുകയാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ഘട്ടം വരുന്നത് 1770 മുതൽ 1969 വരെ. സോ ഫസ്റ്റ് ഘട്ടം വരുന്നത് 1770 തൊട്ട് 1969 വരെയാണ്. 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യഘട്ടം. അപ്പോൾ 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം നടന്നു എന്നൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അതുവരെയുള്ള കാലഘട്ടമാണ് ആദ്യ ഘട്ടമായിട്ട് പറയുന്നത്. ഇനി ഈ ഘട്ടത്തില് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, അതേപോലെ ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ബംഗാൾ ഉണ്ട്, ബാങ്ക് ഓഫ് ബോംബെ ഉണ്ട്, ബാങ്ക് ഓഫ് മദ്രാസ് ഉണ്ട്. ഈ പ്രസിഡൻസി ബാങ്കുകൾ ആരാണ് സ്ഥാപിച്ചത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് സ്ഥാപിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കുക. ഇനി ഈ ഘട്ടത്തില് ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും സാവധാനമായിരുന്നു. അപ്പൊ അതുകൂടെ ഓർത്തു വെച്ചേക്കുക. ഈ ഘട്ടത്തിൽ എന്താണ്? ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും ഒക്കെ സാവധാനമായിരുന്നു. ഇനി രണ്ടാം ഘട്ടത്തിനെ പറ്റി പറയുവാണേ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1969 മുതൽ 1990 വരെയാണ്. കണ്ടോ, 1969 മുതൽ 1990 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായി. സാമൂഹ്യ പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാട് ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചു. 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. അപ്പൊ ശ്രദ്ധിക്കണേ, രണ്ടാം ഘട്ടം നമ്മൾ പറഞ്ഞു എന്താണ്? 1969 മുതൽ 1990 വരെയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ സമയത്ത് എന്താണ്? ബാങ്കുകളുടെ പ്രവർത്തനം കുറച്ചും കൂടെ വേഗത്തിലായി. സാമൂഹ്യ പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. 1969 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്, അതായത് ദേശസാൽക്കരണം നടന്ന വർഷമാണ്. ഈ 1969 14 ബാങ്കുകളെയും 1980 6 ബാങ്കുകളെയും ദേശസാൽക്കരിച്ചു. ഇനി ദേശസാൽകൃത ബാങ്ക് ആയിട്ടുള്ള ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. അപ്പോൾ ദേശസാൽകൃത ബാങ്ക് ആയിട്ടുള്ള ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചത്? 1993 ആണ്. അല്ല, ഇങ്ങനെ ചോദിക്കാം, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ലയിച്ചത് ഏത് ബാങ്കിലാണ്? അത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. രണ്ട് രീതിയിൽ ചോദിച്ചാലും ആൻസർ പറയണം. അടുത്തത് 1991 മുതലുള്ള മൂന്നാം ഘട്ടത്തിൽ ബാങ്കിംഗ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം മറ്റ് അനേകം സേവനങ്ങൾ നടപ്പിലാക്കി. വേഗം, സമയലാഭം, നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്ക് സഹായകമാകുന്ന പല പരിഷ്കാരങ്ങളും ബാങ്കുകൾ വരുത്തി.
ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ മൂന്നാം ഘട്ട വികസനത്തിന്റെ ഫലമാണ്. ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ഇത്തരം ബാങ്കുകൾ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ചോദിക്കാം, ഈ ATM, ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള ഫെസിലിറ്റീസ് ഏത് ഘട്ടത്തിലാണ് വന്നതെന്ന് ചോദിച്ചാൽ ഏത് ഘട്ടത്തിലാണ്? മൂന്നാം ഘട്ടത്തിലാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ് കാലയളവ്? 1770 മുതൽ 1969 വരെയാണ്. രണ്ടാമത്തെ ഘട്ടമോ 1969 മുതൽ 1990 വരെയാണ്. ഓക്കെ, ആ സമയത്ത് അതായത് 1969 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. then 1980 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. ഓക്കെ, ഇനി ഇവിടെ ദേശസാൽകൃത ബാങ്കുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനെ ചോദിക്കാൻ താഴെ തന്നിട്ടുള്ളതിൽ ദേശസാൽകൃത ബാങ്കുകൾക്ക് ഉദാഹരണം ഏത്, ഉദാഹരണം അല്ലാത്തത് ഏത് എന്നുള്ള രീതി ചോദിക്കും. അപ്പൊ മൊത്തം 19 എണ്ണാണ് ഉള്ളത്. അപ്പൊ ഒന്ന് വായിക്കാം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അതേപോലെ ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെയോ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ. അപ്പൊ അത്രയൊന്ന് പഠിച്ചേ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെയോ ബാങ്ക് ഓഫ് ബറോഡ. അതാണ് ഒരുമിച്ച് പഠിക്കാൻ, അതല്ലേ എളുപ്പം. പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓക്കെ, അടുത്തതോ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കാനറ ബാങ്ക്, ദേന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്. എന്തൊക്കെയാണ്? യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കാനറ ബാങ്ക്, ദേന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്. then യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അലഹബാദ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അലഹബാദ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. അടുത്തതോ ഇന്ത്യൻ ബാങ്ക്, വിജയ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, വിജയ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് 19 ദേശസാൽകൃത ബാങ്കുകൾ. ഇടയ്ക്കിടയ്ക്ക് ആ പേര് ഒന്ന് വായിച്ചു നോക്കിയ ഏതൊക്കെയാണ് ബാങ്കുകൾ എന്നുള്ളതൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇനി നോക്കിക്കേ, പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് ബാങ്കിംഗ് മേഖലയിൽ ഇപ്പോൾ ധാരാളം മാറ്റങ്ങൾ പ്രകടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBIയിൽ 2017 ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ ലയിപ്പിച്ചു. അപ്പൊ ശ്രദ്ധിക്കണേ, ഏറ്റവും വലിയ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതിലേക്ക് 2017 ഏപ്രിൽ 1 ലയിപ്പിച്ചിട്ടുള്ളത് ഏതൊക്കെ ബാങ്കുകളാണെന്ന് നോക്കിക്കേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, അതായത് SBT ലയിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ ലയിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർത്തേക്കുക, 2017 ഏപ്രിൽ 1 ഓക്കെ, അപ്പൊ ഇത് കൂടാതെ നമ്മുടെ ഈ ഒരു SBIയിൽ ലയിച്ചിട്ടുള്ള മറ്റൊരു ബാങ്ക് ഉണ്ട്, അതാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഈ ഒരു ഇയർ അല്ല, ഈ ഒരു ഡേറ്റിലല്ല ലയിച്ചത്, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. ഇവിടെ പറഞ്ഞിട്ടുള്ള 2017 ഏപ്രിൽ 1 ലയിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, അതേപോലെ ഭാരതീയ മഹിളാ ബാങ്ക്. ഇതിലെ ഭാരതീയ മഹിളാ ബാങ്ക് SBIയിൽ ലയിച്ചത് എന്നാണെന്നുള്ളത് ആ വർഷം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് വാണിജ്യ ബാങ്കുകളെ പറ്റി പഠിക്കാം. അടുത്ത എന്താണ്? വാണിജ്യ ബാങ്കുകളാണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കൊള്ളുക. ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായിട്ടുള്ള സംവിധാനമാണിത്. സോ ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായിട്ടുള്ള ബാങ്കുകൾ ഏത് ബാങ്കുകളാണ്? വാണിജ്യ ബാങ്കുകളാണ്. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാണിജ്യ ബാങ്കുകളെ നമുക്ക് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുണ്ട്, അതേപോലെ തന്നെ സ്വകാര്യ ബാങ്കുകളും ഉണ്ട്. സ്വകാര്യ ബാങ്കുകളിൽ തന്നെ സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളും ഉണ്ട്, അതേപോലെ സ്വകാര്യ വിദേശ ബാങ്കുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ,
പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും ആർക്കായിരിക്കും? സർക്കാരിനാണ് അല്ലെ. ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. അപ്പൊ പൊതുമേഖലാ വാണിജ്യ ബാങ്കിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്കാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിന്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. ശ്രദ്ധിക്കണേ, പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ ഏതൊക്കെയാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, പിന്നെയോ അതിന്റെ അനുബന്ധമായിട്ടുള്ള ബാങ്കുകൾ, അതല്ലാതെ നമ്മൾ മുമ്പ് പഠിച്ച ദേശസാൽകൃത ബാങ്കുകൾ, അതേപോലെ റീജിയണൽ റൂറൽ ബാങ്കുകൾ, ഇതെല്ലാം ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെയും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുടെയും ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ്. ഇവ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ആണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ എന്താണ്? സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുടെയൊക്കെ ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ് എങ്കിൽ പോലും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ബാങ്കുകൾ എന്തായിരിക്കും? സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ. ഇനി ഇവിടെ റീജിയണൽ റൂറൽ ബാങ്കുകൾ RRBs പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി 1975 ഡേറ്റ് ഓർത്തോണേ 1975 സ്ഥാപിച്ച ബാങ്കുകളാണ് ഏത്? ഈ RRBs എന്ന് പറയുന്നത്. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്നു എന്നതാണ് ഈ റീജിയണൽ റൂറൽ ബാങ്കുകളുടെ ധർമ്മം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്നുള്ളത്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മം. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ബാങ്ക് എന്തും നൽകുന്നുണ്ട്? പലിശയും നൽകുന്നുണ്ട്. ഇനി നോക്കിക്കേ, നിക്ഷേപങ്ങൾ പ്രധാനമായിട്ടും 4 ടൈപ്പാണ് ഉള്ളത്. ഒന്നാണ് സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്തതോ പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയും. മൂന്നാമത്തത് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയും. നാലാമത്തതോ ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അപ്പൊ ഇനി ഓരോന്നിനെയും പറ്റി പറയാം. അപ്പൊ നിക്ഷേപങ്ങൾ 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, 4 രീതിയിലുണ്ടെന്ന് പറഞ്ഞു. സമ്പാദ്യ നിക്ഷേപമുണ്ട്, പ്രചലിത നിക്ഷേപമുണ്ട്, സ്ഥിര നിക്ഷേപമുണ്ട്, ആവർത്തിത നിക്ഷേപമുണ്ട്. ആദ്യം സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ് നോക്കാം. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത്. ഈ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശ നൽകുന്നു. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഈ നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരമുണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാൻ കഴിയുമെന്നും എത്ര രൂപ പിൻവലിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ പല ബാങ്കുകളും പല രീതി സ്വീകരിച്ച് കാണാറുണ്ട്. നിക്ഷേപകന് ബാങ്ക് നൽകുന്ന പാസ്ബുക്കിൽ നിക്ഷേപ തുകയും പിൻവലിച്ച തുകയുടെ വിശദാംശങ്ങളും ഉണ്ടാവും. അപ്പൊ സേവിങ്സ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സമ്പാദ്യ നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി നമുക്കുള്ള ബാങ്ക് അക്കൗണ്ടുകളെല്ലാം എന്താണ്? ഇത്തരത്തിലുള്ള സേവിങ്സ് ഡെപ്പോസിറ്റുകളുള്ള ബാങ്ക് അക്കൗണ്ട് ആണ് അല്ലെ. നമ്മൾ എന്താണ് നമ്മുടെ സാലറിയും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും. പിന്നെ പലപ്പോഴും അതിൻ്റെ അകത്ത് എമൗണ്ട് കുറച്ച് നാളത്തേക്ക് കിടക്കുവാണെങ്കിൽ അതിൻ്റെ വളരെ ചെറിയ പൈസ പലിശയായിട്ട് നമുക്ക് ബാങ്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സേവിങ്സ് ഡെപ്പോസിറ്റിനെ പറ്റി അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അടുത്തതോ പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം അഥവാ കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. വ്യവസായികളും അതേപോലെ വ്യാപാരികളുമാണ് ഈ നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആരൊക്കെയാണ്? വ്യവസായികളും വ്യാപാരികളുമാണ്. ഇത്തരം നിക്ഷേപത്തിന് പലിശ ലഭിക്കുകയില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. കറന്റ് ഡെപ്പോസിറ്റിന് എന്താണ്? നോ ഇൻട്രസ്റ്റ്, അതായത് പലിശ ലഭിക്കുകയില്ല. ഓക്കെ, ഇനി അടുത്തത് സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ. നിക്ഷേപത്തിന്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് പണം പിൻവലിക്കുന്നത്. നിശ്ചയിച്ച നിരക്കിൽ പലിശ ലഭിക്കും. എന്നാൽ നിശ്ചിത കാലാവധിക്ക് മുൻപ് പണം പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയും. അതായത് സ്ഥിര നിക്ഷേപം അല്ലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാനൊരു 10,000 rupees 10,000 രൂപ ഞാനൊരു 2 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കതൊരു 5 വർഷത്തേക്ക് നിക്ഷേപിക്കാം. ഇങ്ങനെ ഒരു എമൗണ്ട് നമ്മൾ ഇത്ര കാലയളവിലേക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനെയാണ് സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ഇയർ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു 10,000 രൂപ 2 വർഷത്തേക്കാണ് ഞാൻ നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ നമുക്ക് എത്രയാണ് ഈ ഒരു ഇപ്പം
10,000 രൂപയ്ക്ക് അവരൊരു 8.5% ഇൻട്രസ്റ്റ് തരും. 2 വർഷത്തേക്കാണെങ്കിൽ 8.5 ഇൻട്രസ്റ്റ് തരും എന്നാണെങ്കിൽ 8.5% ഇൻട്രസ്റ്റ് തരും എന്നാണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് പിൻവലിച്ചാൽ നമുക്ക് നമ്മൾ മുടക്കിയ ആ ഒരു അല്ലെങ്കിൽ നമ്മൾ ഇട്ട ആ ഒരു എമൗണ്ട് പ്ലസ് എന്താണ് ഈ പലിശ നമുക്ക് കിട്ടും. എന്നാൽ നിശ്ചിത കാലാവധിക്ക് മുൻപ്, അതായത് ഇപ്പൊ 2 വർഷത്തിന് ഉള്ളിൽ, 2 വർഷത്തിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു 1 ഇയർ കഴിയുമ്പോഴൊക്കെ ഞാൻ ഈ പണം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പലിശ നിരക്ക്, അതായത് ഈ 8.5% എന്നുള്ളത് എന്താണ്, പിന്നെയും കുറയും. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇരുന്നോളൂ കേട്ടോ. നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആവർത്തിത നിക്ഷേപം അഥവാ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ് കേട്ടോ. പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ നല്ല ഒരു സേവിങ്സ് ഡെപ്പോസിറ്റും കൂടിയാണ് നിങ്ങൾ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടിയ പലിശ നിരക്ക് ഈ നിക്ഷേപത്തിന് ലഭിക്കും. എന്നാൽ സ്ഥിര നിക്ഷേപത്തെക്കാൾ പലിശ നിരക്ക് കുറവായിരിക്കും. നിക്ഷേപ തുക കാലാവധി തീരുന്നതിന് മുമ്പ് പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയും. അപ്പൊ എന്താണ് ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഇവിടെ എന്താ പറഞ്ഞ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ എന്താ 10,000 രൂപ 2 വർഷത്തേക്ക് ഇടും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇപ്പൊ ഞാനൊരു 1000 രൂപ ഓരോ മാസത്തും, അതായത് ഓരോ മാസവും എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ പോവാണ്. ഇങ്ങനെ എനിക്ക് 6 മാസത്തേക്ക് വേണമെങ്കിൽ കൂടാം, അല്ലെങ്കിൽ 1 ഇയറിലേക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഇടാം. അപ്പം എന്താണ്, അപ്പൊ 1000 രൂപ വീതം ഞാൻ 1 ഇയറിലേക്ക് ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് കൂടുവാണെങ്കിൽ 12 മാസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്താണ് 12,000 രൂപ പ്ലസ് ഒരു ചെറിയ പലിശയല്ല, ഒരു 5.5% അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പലിശ വരുന്നത്. അപ്പോൾ ഒരു സംതിങ് പലിശയും കൂടെ ഒരു 400-500 രൂപയൊക്കെ കൂടി പലിശയും കൂടിയായിരിക്കും നമുക്ക് ഇതിന് കിട്ടുന്നത്. ഇത് കാലാവധി കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോഴാണ് ഈ പലിശ കിട്ടുന്നത്. കാലാവധിക്ക് മുമ്പ് എടുത്താൽ എന്താണ്, ചെറിയ വ്യത്യാസം വരും, അതായത് പലിശ നിരക്ക് കുറയും അല്ലെ, പലിശ നിരക്ക് മുമ്പത്തേക്കാളും കുറയും. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് കണ്ടോ, അതായത് ഈ ഒരു ആവർത്തിത നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ, അതായത് നമ്മുടെ സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ നമ്മൾ ആദ്യം കണ്ടേ, ഈ സേവിങ്സ് ഡെപ്പോസിറ്റിന് കിട്ടുന്ന പലിശയേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും ഇതിന്റെ പലിശ എന്ന് പറയുന്നത്, റെക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ പലിശ എന്ന് പറയുന്നത്. എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിര നിക്ഷേപം, അതിനേക്കാൾ പലിശ നിരക്ക് കുറവുമായിരിക്കും. അപ്പൊ അതൊന്നും ഓർത്ത് വെച്ചേക്കാം. ഇപ്പൊ സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ പിൻവലിക്കോ എടുക്കോ അല്ലെ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ മാസം കൃത്യമായിട്ടൊരു എമൗണ്ട് ബാങ്ക് പിടിക്കും. പിന്നെ ആ ഒരു കാലയളവ് കഴിയാതെ ആ പൈസ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നമുക്ക് കിട്ടാനുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് വായ്പകൾ അല്ലെങ്കിൽ ലോൺ നൽകൽ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, വാണിജ്യ ബാങ്കുകളുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ പറഞ്ഞത് വായ്പകൾ അല്ലെങ്കിൽ ലോണുകൾ നൽകുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് പൊതുവെ ബാങ്ക് വായ്പയായിട്ട് നൽകുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ പലതരം വായ്പകൾ നൽകുന്നു. നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും വായ്പകളുടെ പലിശ നിരക്ക്. അപ്പം നമ്മൾ അങ്ങോട്ട് പൈസ ഇടുന്ന സമയത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പലിശ നിരക്കിനേക്കാൾ, അതിപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 5% ആണ് പലിശ നിരക്ക് കിട്ടുന്നതെങ്കിൽ, അതായത് ഇപ്പം ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയണം, ഇപ്പം നമ്മൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 5% പലിശ നിരക്ക് നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ വായ്പയായിട്ട് എടുക്കണമെങ്കിൽ ഒരു 10% പലിശ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഒരു എന്താ പറയുക, ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാനാണ് കേട്ടോ, കാരണം സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും വായ്പകളുടെ പലിശ നിരക്ക്. വായ്പ കാലാവധി, വായ്പയുടെ ആവശ്യം തുടങ്ങിയവ അനുസരിച്ച് വായ്പയുടെ പലിശ നിരക്കിലും വ്യത്യാസം വരും. ഇനി സാധാരണയായി ഇത്തരം വായ്പകൾ ഏതെങ്കിലും ഒരു ഈട് സ്വീകരിച്ചുകൊണ്ടാണ് നൽകുന്നത് എന്ന് ഓർത്തു വെച്ചേക്കുക. ഈടായിട്ട് നമുക്ക് ഭൗതിക ആസ്തികൾ കാണിക്കുക, അതായത് സ്വർണം, വസ്തുവിന്റെ ആധാരം മുതലായത്. പിന്നെ സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ആ ബാങ്കിൽ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈടായിട്ട് കാണിക്കാവുന്നതാണ്. അതേപോലെ ശമ്പള പത്രം സ്വീകരിച്ചും ബാങ്കുകൾ വായ്പ നൽകാറുണ്ട്. ഇത്തരം ഈടുകൾ സ്വീകരിച്ച് ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ. അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. ക്യാഷ് ക്രെഡിറ്റ് അല്ലെങ്കിൽ പണവായ്പ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളുടെ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ശമ്പള പത്രം സ്വീകരിച്ച് ബാങ്കുകൾ നൽകുന്ന വായ്പയാണ് ഇത് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓവർ ഡ്രാഫ്റ്റിനെ പറ്റി പറയുവാണേ. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ വ്യക്തി
വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണെന്ന് ശ്രദ്ധിച്ചോണേ, വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് വഴി ബാങ്ക് ഒരുക്കുന്നത്. ബാങ്കുമായി തുടർച്ചയായി ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ബാങ്ക് ഈ സൗകര്യം നൽകുക. സാധാരണയായി പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഈ അവസരം നൽകുന്നത്. ഓവർ ഡ്രാഫ്റ്റിന് ഒരു ഉദാഹരണം താഴെ പറയുന്നുണ്ട്, അത് നോക്കാം. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന ഒരു തരം വായ്പയാണ്. ഇത് കൊടുക്കുന്നത് ഏത് തരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? പ്രചലിത നിക്ഷേപം അല്ലെങ്കിലോ കറന്റ് ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ് ഇത്തരത്തിലുള്ള ഒരു വായ്പ ബാങ്ക് കൊടുക്കുന്നത്. ഇനി അതിനൊരു ഉദാഹരണം നോക്കിക്കോ. ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ആകെയുള്ള പണം 10,000 രൂപയെന്നും ആ വ്യക്തിക്ക് 12,000 രൂപ ആവശ്യമായി വരുന്നുവെന്നും കരുതുക. ബാങ്ക് എന്ത് നൽകും? 12,000 രൂപ നൽകും. എന്നിട്ട് അധികമായി നൽകിയ ആ 2,000 രൂപയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതെന്താണ്? ഈ ഒരു അധിക തുകയ്ക്ക് ബാങ്ക് ഒരു പലിശയും തിരിച്ചിങ്ങോട്ടേക്ക് ഈടാക്കും. ഓക്കെ. ഇനി അപ്പോൾ ബാങ്കുകൾ നൽകുന്ന മറ്റ് സൗകര്യങ്ങളും സേവനങ്ങളും ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു, അതായത് വായ്പ നൽകുന്നതിനെ പറ്റിയും അതേപോലെ ഡെപ്പോസിറ്റിനുള്ള സൗകര്യം ഒരുക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി വേറെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതായത് സ്വർണം, സ്ഥലത്തിന്റെ ആധാരം മുതലായവ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള ലോക്കർ സൗകര്യം മിക്ക ബാങ്കുകളും നൽകുന്നുണ്ട്. സാധനങ്ങൾ സുരക്ഷിതമായി വെച്ചിട്ടുള്ള ലോക്കറിന്റെ ഒരു താക്കോൽ ഉടമസ്ഥനും ഒന്ന് ബാങ്കിലും സൂക്ഷിക്കും. രണ്ടുപേരും കൂടി ചേർന്നാൽ മാത്രമേ ലോക്കർ തുറക്കാനാവൂ. ഈ സൗകര്യം അനുവദിക്കുന്നതിന് ഇടപാടുകാരിൽ നിന്ന് ഒരു നിശ്ചിത തുക സർവീസ് ചാർജായി ഈടാക്കുന്നു. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. ഇങ്ങനെ ലോക്കറിൽ നമ്മൾ വെക്കുമ്പോൾ എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത തുക സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കുന്നുണ്ട്. ഇനി അടുത്ത എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് നോക്കാവേ, ശ്രദ്ധിച്ചു വെച്ചോണം. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന ഒരു സൗകര്യമാണെന്ത്? ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഇതിന് അക്കൗണ്ട് വേണമെന്നില്ല. ഇത് പോയിന്റ് നോട്ട് ചെയ്തോണേ. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? അക്കൗണ്ട് വേണമെന്നില്ല. അപ്പൊ പണം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഇത് ചെയ്യണമെങ്കിൽ എന്താണ്? അക്കൗണ്ട് വേണമെന്നില്ല. ബാങ്ക് നൽകുന്ന ഈ സേവനത്തിനായി ബാങ്കിൽ നൽകേണ്ട അപേക്ഷാ ഫോം, ബാങ്ക് നൽകുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ മാതൃക എന്നിവയാണ് ചിത്രത്തിൽ. കണ്ടോ, ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഇനി ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നു. ഈ സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ. അപ്പൊ അടുത്താണ് നമ്മൾ പറയുന്നത് മെയിൽ ട്രാൻസ്ഫർ ആണ്. മെയിൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് നൽകുന്ന ഒരു സൗകര്യമാണ്. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. അപ്പോൾ മെയിൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാഗത്തു നിന്ന് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിനുള്ള സൗകര്യമാണ്. എന്നാൽ ഇത് സന്ദേശത്തിലൂടെ പണം അയക്കാൻ, വേഗത്തിൽ തന്നെ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനത്തിനെയാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനം. നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പോൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള ATM-ന്റെ ഫുൾ ഫോം ഓർത്തോണേ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. എന്താണ്? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഇന്ന് മിക്ക ബാങ്കുകൾക്കും ഈ സൗകര്യമുണ്ട്. ഇപ്പോൾ ചില ബാങ്കുകളുടെ ATM വഴി പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും അവസരമുണ്ട്. ഇതിനായി ബാങ്ക് നൽകുന്ന ATM ഡെബിറ്റ് കാർഡാണ്. അപ്പം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ATM-ൽ നമ്മൾ പണം പിൻവലിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിക്ഷേപിക്കണമെങ്കിലൊക്കെ എന്ത് വേണം? ഡെബിറ്റ് കാർഡ് വേണം. ഇനി അടുത്തത് പ്ലാസ്റ്റിക് മണി. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിട്ടുള്ളതിൽ പ്ലാസ്റ്റിക് മണിക്ക് ഉദാഹരണം ഏതെന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ട്. പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റാം. ഇത്തരം കാർഡുകൾ പ്ലാസ്റ്റിക് മണി എന്ന് അറിയപ്പെടുന്നു. ഇതിന് ഉദാഹരണമാണ് ക്രെഡിറ്റ് കാർഡ്. നമ്മൾ ഈ പാഠത്തിൽ തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പൊ ക്രെഡിറ്റ് കാർഡ് എന്താണ്? ഒരു പ്ലാസ്റ്റിക് മണിയാണ്. ഇത് നോക്കിക്കോ. പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന ക്രെഡിറ്റ് കാർഡ് സംവിധാനം ബാങ്ക് ഒരുക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് എന്നത് ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അക്കൗണ്ടിൽ പണമില്ലാതെ ഇതുപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയും. നിശ്ചിത ദിവസത്തിനുള്ളിൽ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ മതിയാവും. ഇതിന് ബാങ്ക് അക്കൗണ്ട് അനിവാര്യമാണ്. അപ്പൊ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ കഴിയും. അതിനുശേഷം എന്താണ്? പൈസ പലിശയോടുകൂടി തിരിച്ചടച്ചാൽ മതിയാവും. ഓക്കെ. ഇനി അടുത്തത് ബാങ്കിംഗ് രംഗത്തെ ആധുനിക പ്രവണതകളെ പറ്റിയാണ്. അതിലൊന്നാണ് ഇലക്ട്രോണിക് ബാങ്കിംഗ്. അതായത് ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ATM സൗകര്യം ലഭ്യമാക്കുകയും വഴി ബാങ്കിംഗ് സേവനം ഏത് ബാങ്ക് വഴിയും ലഭിക്കുന്നത് എളുപ്പമായി. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകൾ നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ.
ഇനി അടുത്ത ഇവിടെ നോക്കാനുള്ളത് കോർ ബാങ്കിങ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ കോർ എന്നുള്ളതിന്റെ ഫുൾ ഫോമും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. സെൻട്രലൈസ്ഡ്, സി ഫോർ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ്. നോക്കിക്കേ, എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്കിംഗ് എന്ന് പറയുന്നത്. ഇതുവഴി ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, ടെലി ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എന്നിവയെല്ലാം ഒരു കുട കീഴിൽ വന്നു. ഇതോടെ ബാങ്കിംഗ് ഇടപാടുകൾ ലളിതമായി. അപ്പൊ കോർ ബാങ്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ്. ഇനി ഈ സൗകര്യം ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് ഉള്ള ഒരു വ്യക്തിക്ക് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം മറ്റൊരു സ്ഥലത്തുള്ള തന്റെ സുഹൃത്തിന്റെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് അയക്കാൻ കഴിയും. അപ്പൊ അതൊക്കെ എന്തിന്റെ പ്രത്യേകതയാണ്? കോർ ബാങ്കിങ്ങിന്റെ പ്രത്യേകതയാണ്. അടുത്തതാണ് സഹകരണ ബാങ്കുകൾ അഥവാ കോർപ്പറേറ്റീവ് ബാങ്ക്. നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ കണ്ടു അല്ലെ. അപ്പൊ നോക്കിക്കേ, എന്താ സഹകരണ ബാങ്കുകളെ പറ്റി പറയുന്നതെന്ന്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ഒന്ന് നോട്ട് ചെയ്തോണേ. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ, കൃഷിക്കാര്, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശങ്ങൾ താഴെ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് വായ്പ നൽകുക, അതേപോലെ സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക. അതായത് ഒരുപാട് പലിശയൊക്കെയാണ് ഈ സ്വകാര്യ പണമിടപാടുകാർക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക. പിന്നെയോ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. ഇതൊക്കെയാണ് സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ. ഇനി ഈ സഹകരണ ബാങ്കുകളെ വിവിധ തലങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒന്ന് സംസ്ഥാന സഹകരണ ബാങ്ക്, പിന്നെ ജില്ലാ സഹകരണ ബാങ്ക്, അതേപോലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ. സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. ജില്ലാ സഹകരണ ബാങ്കുകളും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് ഇവര് സംസ്ഥാന സഹകരണ ബാങ്കുകാര് ചെയ്യുന്നത്. അടുത്തത് ജില്ലാ സഹകരണ ബാങ്കുകൾ. എന്തായിരിക്കും? ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. അടുത്തതാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾ. ഇതെന്താണ്? അപ്പൊ ഗ്രാമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. പ്രവർത്തന പ്രദേശത്തിന്റെ പരിധി കുറവ്, അതേപോലെ ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു, ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് സഹകരണ ബാങ്കുകളെ പറ്റി പറയാനുള്ളത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വികസന ബാങ്കുകളെ പറ്റിയാണ്. നോക്കിക്കേ, വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവയ്ക്ക് പുറമെ സാമ്പത്തിക രംഗത്ത് വികസന ബാങ്കുകളും പ്രവർത്തിക്കുന്നു. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇത്തരം ബാങ്കുകൾ ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്നു. ഇപ്പോൾ കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും ഈ ബാങ്കുകൾ വായ്പ നൽകുന്നുണ്ട്. വികസന ബാങ്കുകളുടെ ചില പ്രധാന സവിശേഷതകൾ ചുവടെ നൽകിയിരിക്കുന്നു. അപ്പൊ ആ സവിശേഷതകൾ ഒന്ന് ഓർത്തു വെച്ചോണേ. വിവിധ മേഖലകളുടെ, അതായത് കൃഷി, വ്യവസായം, വാണിജ്യം പോലെയുള്ള മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന ഏജന്റ് ആയിട്ടാണ് വികസന ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അതേപോലെ വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം ഇതിനൊക്കെ വായ്പ നൽകുന്നതും എന്താണ്? വികസന ബാങ്കുകളാണ്. ഇനി വികസന ബാങ്കുകൾക്ക് ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. IFCI, അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതെന്താണ്? ഒരു വികസന ബാങ്കിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? സവിശേഷ ബാങ്കുകളെ പറ്റിയാണ് അല്ലെ. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, അതായത് ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായിട്ട് വരുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികസനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് എന്താണ്? സവിശേഷ ബാങ്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒന്നാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. നോക്കിക്കേ, ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്കാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. ഫുൾ ഫോം ആണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ബാങ്ക് കൂടിയാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തതോ ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI എന്ന് പറയും. അതായത് പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ
ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ലക്ഷ്യം. അടുത്തതാണ് നബാർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ. 2024 നടന്ന എക്സാമിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നബാർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം ഓർത്തോ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് ഇത് നബാർഡ് എന്ന് പറയുന്നത്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കും കൂടിയാണ് നബാർഡ് എന്ന് പറയുന്നത്. ഇനി കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് നബാർഡാണ്. സോ നമ്മൾ പറഞ്ഞത് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ എന്തിനു വേണ്ടിയിട്ടാണ്? കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള പരിപാടികൾക്ക് വായ്പ നൽകുന്നതാണ്. ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് സിഡ്ബി ഒക്കെ എന്തിനാണ്? ചെറുകിട വ്യവസായം തുടങ്ങാനും അത് ആധുനികവൽക്കരിക്കാനും ഒക്കെയാണ് സഹായം നൽകുന്നത്. നബാർഡ് ആണെങ്കിലോ കാർഷിക മേഖലയിലുള്ള കാര്യങ്ങൾക്ക് സഹായം നൽകുന്നതാണ്. ഇനി അടുത്ത കുറച്ച് ബാങ്കുകളെ പറ്റി പഠിക്കാനുണ്ട്. 2013 നവംബറിൽ ആരംഭിച്ച ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. അപ്പൊ ഭാരതീയ മഹിളാ ബാങ്ക് എന്നാണ്? 2013 നവംബറിലാണ്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം. മുദ്രാവാക്യം എന്താണ്? വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുമ്പോൾ ഈ ബാങ്ക് വായ്പ നൽകുന്നത് കൂടുതലും ആർക്കായിരിക്കും? വനിതകൾക്കായിരിക്കും. എന്നാൽ ഭാരതീയ മഹിളാ ബാങ്ക് ഇപ്പോൾ SBI യിൽ ലയിക്കപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ ഭാരതീയ മഹിളാ ബാങ്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, SBI യിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചിട്ടുണ്ട്. അടുത്ത നോക്കിക്കേ, കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ടവയാണ് പേയ്മെന്റ് ബാങ്കുകൾ. കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാൻ വേണ്ടി രൂപം കൊണ്ട ബാങ്കാണ് പേയ്മെന്റ് ബാങ്കുകൾ. ഈ ബാങ്ക് നൽകുന്ന സേവനങ്ങൾ പൂർണ്ണമായിട്ടും നൽകുന്നില്ല. അതായത് എന്തൊക്കെയാണ് ഈ പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ നോക്കിക്കേ. 1 ലക്ഷം രൂപ വരെ മാത്രമേ വ്യക്തിയിൽ നിന്ന് ഇവർക്ക് നിക്ഷേപമായിട്ട് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതേപോലെ നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശയാണ് നൽകുന്നത്. പിന്നെയോ വായ്പയൊന്നും ഇവ നൽകുന്നില്ല. പൈസ സ്വീകരിക്കാം അല്ലെ, നിക്ഷേപങ്ങൾ നടക്കും, പക്ഷെ വായ്പ നൽകുന്നില്ല. ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷൻ ആയിട്ട് ഈടാക്കുന്നുണ്ട്. അതേപോലെ ഡെബിറ്റ് കാർഡ് നൽകും, പക്ഷെ ക്രെഡിറ്റ് കാർഡ് നൽകില്ല. അപ്പോൾ എന്താണ് പേയ്മെന്റ് ബാങ്കുകളുടെ പ്രത്യേകത? 1 ലക്ഷം രൂപ വരെ മാത്രമേ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയുള്ളൂ. നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്ക് പറയുന്ന പലിശ നൽകുന്നു, വായ്പ നൽകുന്നില്ല, ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കുന്നു, ഡെബിറ്റ് കാർഡ് നൽകും, പക്ഷെ ക്രെഡിറ്റ് കാർഡ് നൽകില്ല. ഇനി ചെറുകിട വായ്പ നൽകുന്നതിനായി അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്കാണ് മുദ്രാ ബാങ്ക്. ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അപ്പൊ ചെറുകിട വായ്പയൊക്കെ നൽകാൻ വേണ്ടിയിട്ട് വന്നൊരു ബാങ്കാണ് മുദ്രാ ബാങ്ക്. ഓക്കെ, അപ്പൊ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോ, ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നീ അടിസ്ഥാന ധർമ്മങ്ങൾ ഇവ ചെയ്യുന്നു. എന്നാൽ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കൽ, മെയിൽ ട്രാൻസ്ഫർ, ലോക്കർ എന്നീ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കില്ല. അപ്പോൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വായ്പ നൽകും, നിക്ഷേപങ്ങളൊക്കെ സ്വീകരിക്കും, പക്ഷെയോ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനോ മെയിൽ ട്രാൻസ്ഫറോ ലോക്കർ സൗകര്യമോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇനി അടുത്തതാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെ പറ്റി പറയുകയാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണിവ. അപ്പൊ ആരാണ് മേൽനോട്ടം വഹിക്കുന്നത്? റിസർവ് ബാങ്ക് ആണ്. 1936 കമ്പനി ആക്ട് പ്രകാരം, കമ്പനി ആക്ട് എന്നാണ് 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ നൽകുന്ന പ്രധാന സേവനങ്ങൾ താഴെ പറയുന്നുണ്ട്, ഓർത്ത് വെച്ചോണേ. ഹയർ പർച്ചേസിന് വായ്പ നൽകുന്നു, വീട് നിർമ്മാണത്തിന് വായ്പ നൽകുന്നു, സ്വർണ്ണ പണയത്തിന്മേൽ വായ്പ നൽകുന്നു, സ്ഥിര നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്നു, ചിട്ടികൾ നടത്തുന്നു. അപ്പൊ നമുക്കറിയാം കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് ഏത്? KSFE എന്ന് പറയുന്നത്. KSFE ഫുൾ ഫോം എന്താണ്? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. KSFEയുടെ ഫുൾ ഫോം ആണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്.
ഇനി അടുത്തതാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. നോക്കിക്കേ, മ്യൂച്വൽ ഫണ്ട് ഒരു നിക്ഷേപ മാർഗമാണ്. സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ പരിധി മറികടക്കാൻ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ കഴിയും. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇത് ഒരു നിക്ഷേപ മാർഗമാണ്. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ചിട്ട് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അതേപോലെ അടിസ്ഥാന വികസന മേഖലയിലൊക്കെ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണെങ്കിലും അത് നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കും, നഷ്ടമാണെങ്കിലും കൊടുക്കും. ഇനി സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് നോക്കിക്കോണേ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഏതാണ്? UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പിന്നെയോ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, അതേപോലെ SBI മ്യൂച്വൽ ഫണ്ട്. UTI അതായത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെയാണ്. അടുത്തതാണ് ഇൻഷുറൻസ് കമ്പനികൾ. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവ സാമൂഹ്യ സുരക്ഷിതത്വവും വ്യക്തിഗത ക്ഷേമവും ഉറപ്പുവരുത്തുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി 1818 കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. ഏതാണ്? 1818 കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഇന്ന് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് നമ്മുടെ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഏതാണ്? LIC. ഇനി അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടാവുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജനറൽ ഇൻഷുറൻസ് കമ്പനിയും 4 അനുബന്ധ കമ്പനികളുമാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ. ഓക്കെ, ജനറൽ ഇൻഷുറൻസ് കമ്പനിയും പിന്നെ എന്താണ് 4 അനുബന്ധ കമ്പനികളുമാണ് ഈ പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ. അടുത്തതാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, സാധാരണക്കാർക്ക് ലഘുവായ്പയുൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസിന്റെ ലക്ഷ്യം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ, ജസ്റ്റ് വായിച്ചുകൊടുക്കുന്നത്. ഇനി സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങളൊക്കെ എന്താണ്? മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ്. ഇനി ഇവയുടെ ലക്ഷ്യങ്ങൾ നോക്കാം. വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. സമ്പാദ്യശീലം വളർത്തുന്നു. വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ഇനി ഒരു നോക്കിക്കേ, ഒരു പ്രദേശത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഇത് സാധാരണയായി 20 അംഗങ്ങളിൽ കൂടാറില്ല. നോട്ട് ചെയ്തോണേ, 20 അംഗങ്ങളിൽ കൂടാറില്ല. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. ഇങ്ങനെ അംഗങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന തുകയും കുറഞ്ഞ നിരക്കിൽ ബാങ്കുകൾ നൽകുന്ന വായ്പയുമാണ് ഇവയുടെ പ്രവർത്തന മൂലധനം. ഈ തുക ആവശ്യമുള്ള അംഗങ്ങൾക്ക് വായ്പയായിട്ട് നൽകുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെയും പറയാനുള്ളത്. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാഠം. ഏറ്റവും കൂടുതൽ നിങ്ങൾ RBI ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ ബാക്കി വരുന്ന ബാങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. നോൺ ബാങ്കിങ്ങിനെ പറ്റി അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ഓക്കെ, സോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. സോ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.